ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ആരാണ് നിങ്ങളുടെ ഇമേജ് തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നുള്ളൊരു കണ്ടെത്തലാണ്. എന്താണ് ഇതിലൂടെ ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്നുകൂടിയാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമേജ് തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തി, എന്താണ് ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരു ഫീമെയിൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു സ്ത്രീയുടെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വ്യക്തിയെ മനസ്സിലാകണമെന്നില്ല. അധികം ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ ഇവർ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിഗൂഢമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലിട്ട് നടക്കുന്നതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം ഒരു അസൂയയോടെ നോക്കി കാണുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ ഒരു സ്ത്രീയുടെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു തേർഡ് പാർട്ടി എനർജി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയൊക്കെ, ഒരു തേർഡ് പാർട്ടിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് വളരെയധികം അസൂയുള്ളതായിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമേജ് അത് തകർക്കുവാനായിട്ടും ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തി, എന്താണ് ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിലൂടെ അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിലൂടെ എന്തൊക്കെയോ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇമേജ് തകർക്കുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തി, എന്താണ് ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. സിക്സ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി പുറമേ വളരെയധികം നല്ലൊരു വ്യക്തിയായിട്ട് നടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പുറമേ നിന്ന് ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ വളരെയധികം ഒരു നല്ല വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത് പുറമേ ഉള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം ആരാണ് നിങ്ങളുടെ ഇമേജ് തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി, എന്താണ് ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം. ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ചില വ്യക്തികളോടൊക്കെ പറയുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സത്യാവസ്ഥയും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തി ഒരു സമയത്ത് പറയുന്നതായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് രഹസ്യമായി നിങ്ങളെക്കുറിച്ച് ഇവർ അന്വേഷിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു, നിങ്ങൾ ഈ ഒരു സമയത്ത് ഹാപ്പി ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഇവിടെ മോശം കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഇവർക്ക് വളരെയധികം ഒരു താല്പര്യമുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇമേജ് തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി, എന്താണ് ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം. സിക്സ് ഓഫ് സോർട്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതമാണ് കാണിക്കുന്നത്. അതായത് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു സ്ത്രീ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് ഒരുപാട് വേദനകൾ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്കും അതായത് നിങ്ങളുടെ ആ ഒരു ഫാമിലി ലൈഫിൽ തന്നെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു സമാധാനപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും തന്നെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ഒരു നിമിഷം മുൻപ് ഈ ഒരു സ്ത്രീ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുള്ളതായിട്ടും, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിന് കഴിയാത്തതിന്റെ ഒരു ശക്തമായ ഒരു ദേഷ്യം നിങ്ങളോട് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊരു അസൂയുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു സമയത്ത്
നിങ്ങളുടെ ഇമേജ് തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്താണ് അവരുടെ ഉദ്ദേശം? ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ദേഷ്യം നിങ്ങളോട് ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം സ്നേഹത്തോടു കൂടി ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും അതായത് നിങ്ങൾ മറ്റുള്ളവരെ പരിപാലിക്കുന്ന, അതല്ലെങ്കിൽ കരുണയോട് കൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഈ ഒരു സ്ത്രീ അവർ അനുകരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ അനുകരിക്കുവാനായിട്ട് ആ ഒരു സ്ത്രീ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ ഉദ്ദേശം. നിങ്ങളുടെ ഇമേജ് തകർക്കുന്നതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണുള്ളത്? നിങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നേട്ടമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഫാമിലി ലൈഫിൽ കുറച്ച് മനസമാധാനമായിട്ട് പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഇഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമാധാനം തകർക്കുക എന്നത് തന്നെയാണ് ഇവിടെ ലക്ഷ്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ആരാണ് നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം? നിങ്ങളെ വേദനയിലാക്കുക, നിങ്ങൾക്ക് അതായത് മുൻപ് നിങ്ങൾ ഉറക്കമില്ലാതെ ഒത്തിരി ബുദ്ധിമുട്ടിയ ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ മുൻപ് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുവാനായിട്ട് ഈ ഒരു സ്ത്രീ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരാൽ കഴിയുന്ന വിധം മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞ് അതിലൂടെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അവർ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ കർമ്മ ഇവിടെ തിരിച്ചടിച്ച ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം കരഞ്ഞുവോ അതിനിരട്ടിയായിട്ട് ആ ഒരു സ്ത്രീ ഈ ഒരു സമയത്ത് വളരെയധികം ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെ, അതുപോലെ തന്നെ അസൂയ നിറഞ്ഞ ഒരു മനസ്സോടെയൊക്കെ പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 6 ഓഫ് വൺസ് ആണ് ഒരു വിജയം. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിച്ച ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഹാപ്പി ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സന്തോഷം തകർക്കുക എന്നത് തന്നെയാണ് ഈ ഒരു സ്ത്രീയുടെ പ്രധാന ഉദ്ദേശമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇമേജ് തകർത്ത് നിങ്ങളെ വേദനിപ്പിക്കുക, അതിനായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിചയമുള്ള ചില വ്യക്തികളോട് പറയുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇവർ പരാജയപ്പെട്ടു പോകുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് അവർ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നടന്നാലും ആ ഒരു കാര്യങ്ങളൊന്നും അത് നിങ്ങൾക്ക് ഇനി ഏൽക്കില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ വളരെയധികം സ്ട്രോങ് ആയെന്ന് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതായിട്ടും ആ വേദനകളിലൂടെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയി ഈ ഒരു സമയത്ത് വളരെയധികം സ്ട്രോങ് ആയെന്നും ആണ് നിങ്ങളുടെ സോൾ വളരെയധികം സ്ട്രോങ് ആയെന്നുമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.